എല്ലാവർക്കും നമസ്കാരം. ഗവൺമെൻറ് ITI മലമ്പുഴയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ സുഭാഷ്, സീനിയർ ഇൻസ്ട്രക്ടർ മെഷീനിസ്റ്റ് ട്രേഡ്. ഇന്നിവിടെ നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുകയാണെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് പൊസിഷൻ കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് സിസ്റ്റം. അപ്പോൾ CNC മെഷീൻ്റെ പ്രിൻസിപ്പിൾ ഓഫ് പൊസിഷൻ കൺട്രോളും കോർഡിനേറ്റ് സിസ്റ്റം ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ടോപ്പിക്കിൽ പോകുന്നതിന് മുന്നായിട്ട് ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോകൾ കാണുകയും അത് തറവായിട്ട് സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം ഈ വീഡിയോയിലേക്ക് വരിക. അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് ഈ വീഡിയോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. പ്രിൻസിപ്പിൾ ഓഫ് പൊസിഷൻ കൺട്രോൾ. വി നോ ദ സ്ലൈഡ്സ് ഓഫ് CNC മെഷീൻ ആർ ഡ്രിവൺ ബൈ സെർവോ മോട്ടർ. അപ്പോൾ നമ്മൾക്കറിയാം CNC മെഷീൻ്റെ സ്ലൈഡ്സ് കൺട്രോൾ ചെയ്യുന്നത് സെർവോ മോട്ടറാണെന്ന് നമുക്കറിയാം. ദ ഫീഡ് റേറ്റ് ആൻഡ് പൊസിഷൻ ടു ബി റീച്ച്ഡ് ബൈ ദ സ്ലൈഡ് ഓർ ടൂൾ ആർ ഇൻഡിക്കേറ്റഡ് ടു ദ കൺട്രോൾ ബൈ മീൻസ് ഓഫ് പ്രോഗ്രാം ലൈൻ. അപ്പോൾ നമ്മൾ പ്രോഗ്രാമിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സ്ലൈഡ്സ് മൂവ് ആവുന്നത്. പ്രോഗ്രാമിൽ എങ്ങനെയാണോ കൊടുത്തത് അതിനനുസരിച്ചാണ് ഈ സ്ലൈഡ്സ് മൂവ് ആവുന്നത്. അപ്പോൾ ആ ഒരു പ്രോഗ്രാം ലൈനിന് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ബ്ലോക്കിനുള്ള ഒരു എക്സാമ്പിളാണ് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്നത്. G91, G71, G01, X60, F30. അപ്പോൾ ഇത് ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ചാൽ G91 എന്ന് പറഞ്ഞാൽ ഇൻക്രിമെൻ്റൽ മോഡ് ഓഫ് പ്രോഗ്രാമിംഗ് ആണ്. അത് നമ്മൾ കോർഡിനേറ്റ് സിസ്റ്റം പഠിക്കുന്ന സമയത്ത് പഠിക്കും G91 എന്താണെന്നുള്ളത്. അടുത്ത് G71 എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻപുട്ട് ഇൻ മെട്രിക് സിസ്റ്റം. അപ്പോൾ MM സ്റ്റാൻഡേർഡ് ആണ്. നമ്മൾ ഈ ഇൻപുട്ട് കൊടുക്കുന്ന വാല്യൂ എല്ലാം മെട്രിക് സിസ്റ്റത്തിലാണെന്നുള്ളതാണ് G71 ഉദ്ദേശിക്കുന്നത്. അത് G01 എന്ന് പറഞ്ഞാൽ ലീനിയർ മോഷൻ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ. കട്ടർ അല്ലെങ്കിൽ ടൂള് സ്ട്രെയിറ്റ് ലൈനായിട്ടേ മൂവ് ആവാൻ പാടുള്ളൂ. അടുത്ത് പറഞ്ഞാൽ X60 എന്ന് പറഞ്ഞാൽ X ആക്സിസിൽ 60 mm മൂവ് ആവണം. F30 എന്ന് പറയുമ്പോൾ ഫീഡ് റേറ്റ് ആണ്. F എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഫീഡാണ്. 30 mm per minute. അപ്പോൾ 30 mm ഒരു മിനിറ്റിൽ ഉള്ള ഫീഡ് റേറ്റിൽ വേണം ഇത് മൂവ് ആവാൻ. The meaning of the above instruction is that the tool should travel a distance of 60 mm along the x-axis at a feed rate of 30 mm per minute from its existing position. അപ്പോൾ നേരത്തെ എവിടെയാണോ നിൽക്കുന്നത് ആ പൊസിഷനിൽ നിന്നും 60 mm മൂവ് ആവണം. x-axisൽ 30 mm per minute ഫീഡ് റേറ്റിൽ മൂവ് ആവണം. In other words, the tool should travel a distance of 60 mm in 2 minutes. അപ്പോൾ നമ്മൾ വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് 60 mm മൂവ് ആവണം. അത് x-axisൽ മൂവ് ആവണം. The above instructions required that the feed motor should rotate at a predetermined RPM for a period of 2 minutes, and to achieve this feed motor should receive the required quantity of electrical energy. അപ്പോൾ നമ്മൾ ഈ 2 മിനിറ്റ് കൊണ്ട് 60 mm മൂവ് ആവണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു പ്രീ ഡിറ്റർമൈൻഡ് RPMൽ വേണം നമ്മൾ ഫീഡ് മോട്ടോർ കറങ്ങാൻ. അതിനനുസരിച്ചുള്ള ഇലക്ട്രിക്കൽ എനർജി വേണം ആ ഫീഡ് മോട്ടോറിന് കിട്ടാൻ. അപ്പോൾ അങ്ങനെ കിട്ടിയാൽ മാത്രമേ അത് നമ്മൾ ഈ പറഞ്ഞ ഫീഡ് റേറ്റിൽ ഇത്ര ഡിസ്റ്റൻസിൽ 60 mm ഡിസ്റ്റൻസിൽ മൂവ് ആവുകയുള്ളൂ. Basically, what the computer in the CNC machine does for position control is nothing but regulating the current input to the feed motor. അപ്പോൾ ബേസിക്കലി CNC മെഷീൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പൊസിഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫീഡ് മോട്ടോറിലേക്കുള്ള കറൻറ്റിനെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ അത് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ കറൻറ്റിനെ റെഗുലേറ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള ഫീഡ് റേറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ദ കൺട്രോൾ കമ്പ്യൂട്ടർ ആഫ്റ്റർ റിസീവിങ് എ ട്രാവൽ ഇൻസ്ട്രക്ഷൻ. അപ്പോൾ നമ്മൾ പ്രോഗ്രാമിനെ റീഡ് ചെയ്തിട്ട് കൺട്രോൾ കമ്പ്യൂട്ടറിന് ഒരു ട്രാവൽ ഇൻസ്ട്രക്ഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പെർഫോം സെർട്ടൻ കാൽക്കുലേഷൻസ്. അതൊരു സെർട്ടൻ കാൽക്കുലേഷൻസ് ചെയ്യുന്നു കമ്പ്യൂട്ടർ തന്നെ. ആൻഡ് അറൈവ് അറ്റ് ദ നമ്പർ ഓഫ് പൾസസ് ടു ബി സെൻഡ് ഔട്ട് ഇൻ ദ ഗിവൺ ടൈം ഇൻ ഓർഡർ ടു അച്ചീവ് ദ റിക്വയർഡ് ട്രാവൽ.
അപ്പോൾ നമ്മൾ ആ കാൽക്കുലേഷൻ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആ മൂവ്മെൻറ്റിന് ആവശ്യമുള്ള പൾസ് എത്ര വേണമെന്ന് നമ്മൾ ജനറേറ്റ് ചെയ്യണം. ആ പൾസ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പൾസ് കാൽക്കുലേറ്റ് ചെയ്ത പൾസ് നമ്മൾ ഫീഡ് മോട്ടറിലേക്ക് കൊടുക്കുന്നു. അതിനനുസരിച്ച് ഫീഡ് മോട്ടർ കറങ്ങുന്നു, നമുക്ക് സ്ലൈഡ്സിന് മൂവ്മെൻറ്റ് കിട്ടുന്നു. അപ്പോൾ ഈ പൾസ് എന്തെന്ന് വെച്ചാൽ it may be noted that the basic output from any computer is an intermittent supply of low strength electrical current called pulse. അപ്പോൾ പൾസ് എന്ന് പറഞ്ഞാൽ ഇൻ്റർമിറ്റൻറ്റ് സപ്ലൈ ഓഫ് ലോ സ്ട്രെങ്ത് ഇലക്ട്രിക്കൽ കറണ്ടിനെയാണ് നമ്മൾ പൾസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സിഗ്നൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ CNC മെഷീനിൽ ഡ്രൈവ് മോട്ടോറിന് പൾസസ് ആയിട്ടാണ് നമ്മൾ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത്. Usually one pulse sent out by the control causes a tool travel of 0.001 mm. അപ്പോൾ നമ്മൾ ഫീഡ് മോട്ടറിന് ഒരു പൾസ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 0.001 mm സ്ലൈഡ് മൂവ് ആവുന്നു, അല്ലെങ്കിൽ 1 മൈക്രോൺ സ്ലൈഡ് മൂവ് ആവുന്നു. ആൻഡ് ഹെൻസ് ഇൻ ദ എബോ എക്സാമ്പിൾ ടു അച്ചീവ് എ ട്രാവൽ ഓഫ് 60 mm in 2 minutes, the control after reading the above program line would send 60,000 pulses in 2 minutes. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പ്രകാരം എക്സ് ആക്സിസിൽ 60 mm മൂവ് ആവണം, അതും ഫീഡ് റേറ്റ് 30 mm/min മൂവ് ആവണമെങ്കിൽ നമുക്ക് 60,000 പൾസസ് ഫീഡ് മോട്ടറിന് കൊടുക്കണം. എന്നാലേ 2 മിനിറ്റ് കൊണ്ട് നമുക്ക് ആ 60 mm എന്നുള്ള മൂവ്മെൻറ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. ഇതാണ് നമ്മൾ CNC മെഷീൻ്റെ പ്രിൻസിപ്പിൾ ഓഫ് പൊസിഷൻ കൺട്രോൾ ചെയ്യാനുള്ള ജനറൽ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ, CNC മെഷീൻ ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾ. ഇനി നമുക്ക് അടുത്ത് നോക്കുന്നത് പൾസ് ഫ്രീക്വൻസി. എന്താണ് പൾസ് ഫ്രീക്വൻസി? ദിസ് ടേം റെഫേഴ്സ് ടു നമ്പർ ഓഫ് പൾസസ് സെൻഡ് പെർ സെക്കൻഡ്. അപ്പോൾ എത്ര പൾസ് ഒരു സെക്കൻഡിൽ എത്ര പൾസ് സെൻഡ് ചെയ്യുന്നു അതിനെയാണ് നമ്മൾ പൾസ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇൻ ദ എബോ കേസ് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പ്രകാരം ദ പൾസ് ഫ്രീക്വൻസി ഈസ് 500 പെർ സെക്കൻഡ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പ്രകാരം 500 പൾസസ് പെർ സെക്കൻഡാണ് അതിൻ്റെ പൾസ് ഫ്രീക്വൻസി. എന്നാൽ മാത്രമേ നമുക്ക് 2 മിനിറ്റ് കൊണ്ട് 60 mm എന്നുള്ള മൂവ്മെൻറ്റ് എന്നുള്ളത് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ദ പൾസ് ഫ്രീക്വൻസി ഈസ് പ്രൊപ്പോർഷണേറ്റ് ടു ദ ഫീഡ് റേറ്റ്. അപ്പോൾ പൾസ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഫീഡ് റേറ്റിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. The pulsed output by the computer is low strength and intermittent in nature. നേരത്തെ പറഞ്ഞാണ് പൾസ് ഔട്ട്പുട്ട്, കമ്പ്യൂട്ടറിൽ നിന്ന് വരുന്ന പൾസ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ലോ സ്ട്രെങ്ത് ആൻഡ് ഇൻ്റർമിറ്റൻറ്റ് ഇൻ നേച്ചർ. The feed motor receive a regulated supply of continuous current for a specified time interval and hence ensure a tool travel as instructed by the program. അപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാമിൽ എന്താണോ ഇൻസ്ട്രക്റ്റ് ചെയ്യുന്നത് മൂവ്മെൻറ്റ്, അതിനനുസരിച്ചുള്ള മൂവ്മെൻറ്റ് നമ്മൾക്ക് സ്ലൈഡ്സിലേക്ക് കിട്ടുകയാണെങ്കിൽ ആ ഫീഡ് മോട്ടറിന് അതിനനുസരിച്ചുള്ള റെഗുലേറ്റഡ് സപ്ലൈ ഓഫ് ഇലക്ട്രിക്കൽ കറണ്ട് നമുക്ക് കിട്ടണം. അപ്പോൾ അത് നമ്മൾ എന്താണ് അത് പൾസസ് ആയിട്ടാണ് നമ്മൾ കിട്ടുന്നത്. എന്നാൽ മാത്രമേ നമ്മൾ പ്രോഗ്രാമിൽ പറഞ്ഞ പോലുള്ള മൂവ്മെൻറ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് പൊസിഷൻ കൺട്രോൾ CNC മെഷീനിൽ ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയാണ്, കോർഡിനേറ്റ് സിസ്റ്റം എന്നുള്ള ടോപ്പിക്കിലേക്ക് പോവാം. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് ഇതിൻ്റെ ടൈപ്സ്, കൺട്രോൾ സിസ്റ്റത്തിൻ്റെ 2 ടൈപ്സും കൂടി നോക്കിയിട്ട് നമുക്ക് അതിലേക്ക് കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് പോകാം. അപ്പോൾ 2 ടൈപ്പ് കൺട്രോൾ സിസ്റ്റമാണ് ഉള്ളത്. ഒന്ന് ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റം, 2 ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റം. അപ്പോൾ എന്താണ് ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റം എന്ന് നോക്കാം. ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ഈ ഫിഗർ നോക്കുകയാണെങ്കിൽ നമ്മൾ മെഷീനിൽ പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നു. പ്രോഗ്രാം നമ്മൾ മെഷീനിൽ ഇൻപുട്ട് കൊടുക്കുന്നു. ഇൻപുട്ട് പ്രോഗ്രാം മെഷീൻ്റെ കൺട്രോൾ പാനലിൽ നമ്മൾ കൊടുക്കുന്നു. മെഷീൻ കൺട്രോൾ സിസ്റ്റം ആ പ്രോഗ്രാം റീഡ് ചെയ്യുന്നു. അതാണ് മെഷീൻ കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത്. ആ കൺട്രോൾ യൂണിറ്റ് ആ പ്രോഗ്രാം റീഡ് ചെയ്യുന്നു. അതിനനുസരിച്ചുള്ള റിക്വയർഡ് പൾസ് ജനറേറ്റ് ചെയ്യുന്നു. ആ പൾസ് ഡ്രൈവ് മോട്ടറിന് കൊടുക്കുന്നു. ഡ്രൈവ് മോട്ടർ കറങ്ങുന്നു. ഡ്രൈവ് മോട്ടർ കറങ്ങുമ്പോൾ അതിൻ്റെ സ്ലൈഡ്സ്, ആ സ്ലൈഡ്സ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ലൈഡ്സിന് മൂവ്മെൻറ്റ് കിട്ടുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് പൊസിഷൻ കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഓപ്പൺ ലൂപ്പ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇൻ ആൻ ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റം ഇൻ വിച്ച് ദർ ഈസ് നോ അറേഞ്ച്മെൻറ്റ് ഫോർ ഡിറ്റക്റ്റിംഗ് ഓർ കമ്പയറിംഗ് ദ ആക്ച്വൽ പൊസിഷൻ ഓഫ് ദ കട്ടിംഗ് ടൂൾ ഓൺ ദ ജോബ് വിത്ത് ദ കമാൻഡഡ് വാല്യൂ. അപ്പോൾ
അപ്പോൾ നമ്മൾ പ്രോഗ്രാമിൽ ഒരു കമാൻഡഡ് വാല്യൂ കൊടുക്കുകയാണ്. അത് ആ കമാൻഡഡ് വാല്യൂ മൂവ് ആയോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാനായിട്ട് ഈ ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റത്തിനകത്ത് സാധ്യമല്ല. ഇപ്പോൾ നമ്മൾ 60 mm മൂവ്മെൻറ്റ് കൊടുക്കണം, അതിൻ്റെ ഫീഡ് റേറ്റ് 30 mm/min ആണ് എന്ന് നമ്മൾ പ്രോഗ്രാമിൽ കൊടുക്കുമ്പോൾ അപ്പോൾ മെഷീൻ അതേപോലെ ആ ഒരു ഇൻസ്ട്രക്ഷൻ അതേപടി ആണോ മൂവ് ആവുന്നത്, അല്ലെങ്കിൽ അതിനകത്ത് വല്ല എറർ ഉണ്ടോ എന്നുള്ളതൊന്നും നമുക്ക് അറിയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമ്മൾ പ്രോഗ്രാമിൽ കൊടുക്കണു, സ്ലൈഡ്സ് മൂവ് ആവുന്നു, അത് ഇത്രയും മൂവായി എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കില്ല. Therefore, this system is not providing any check to see that the commanded position has actually been reached. അപ്പോൾ നമ്മൾ ഈ സിസ്റ്റത്തിനകത്ത് കമാൻഡഡ് വാല്യൂ റീച്ച് ആയെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കുകയില്ല. There is no feedback of information to the control also. അപ്പോൾ കൺട്രോൾ സിസ്റ്റത്തിനകത്ത് ഒരു ഫീഡ്ബാക്ക് കിട്ടുന്നില്ല, എത്ര മൂവായി എന്നുള്ള ഒരു ഫീഡ്ബാക്ക് നമുക്ക് കിട്ടുന്നില്ല. Those systems are not good where extremely accurate position is required. അപ്പോൾ ആക്യുറേറ്റ് പൊസിഷനിങ് റിക്വയർഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഈ സിസ്റ്റം ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. ഇതാണ് ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റമാണ്. അപ്പോൾ എന്താണ് ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ ഫിഗർ നോക്കുകയാണെങ്കിൽ പ്രോഗ്രാം ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ മെഷീൻ്റെ കൺട്രോൾ കമ്പ്യൂട്ടർ ആ പ്രോഗ്രാം റീഡ് ചെയ്യുന്നു. കൺട്രോൾ സിസ്റ്റം പൾസ് ജനറേറ്റ് ചെയ്യുന്നു, സ്ലൈഡ്സിന് മൂവ് ആവേണ്ട പൾസ് ജനറേറ്റ് ചെയ്യുന്നു. ഡ്രൈവ് മോട്ടോറിലേക്ക് ആ പൾസ് സെൻഡ് ചെയ്യുന്നു, ഡ്രൈവ് മോട്ടോർ കറങ്ങുന്നു, അതിനനുസരിച്ച് സ്ലൈഡ്സ് മൂവ് ആവുന്നു. ആ സ്ലൈഡ്സിൽ നമ്മളൊരു ഡിവൈസ് കണക്ട് ചെയ്തിട്ടുണ്ട്, എൻകോഡർ എന്ന് പറഞ്ഞ ഡിവൈസ്. അപ്പോൾ സ്ലൈഡ്സ് മൂവ് ആകുമ്പോൾ ആ സ്ലൈഡ്സിൻ്റെ മൂവ്മെൻറ്റിനെ എൻകോഡർ കൗണ്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ റീഡ് ചെയ്യുന്നു, എത്രത്തോളം മൂവായി എന്നുള്ളത് റീഡ് ചെയ്യുന്നു. ആ വാല്യൂ എത്ര മൂവായി, ആ മൂവായുള്ള വാല്യൂ നമ്മൾ വീണ്ടും കൺട്രോൾ പാനലിലേക്ക് ഫീഡ്ബാക്ക് സിഗ്നലായിട്ട് ഈ എൻകോഡർ കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എത്രത്തോളം മൂവായി എന്നുള്ളത് കറക്റ്റായിട്ട് കൃത്യമായിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നു. ഇപ്പോൾ സ്ലൈഡ്സിൻ്റെ മൂവ്മെൻറ്റ് അറിയാൻ പറ്റും, ഫീഡ് റേറ്റ് നമുക്കറിയാൻ പറ്റും, അതേപോലെ സ്പിൻഡിലിൻ്റെ RPM അറിയാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൺട്രോൾ പാനലിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ അതിനകത്ത് വല്ല എറർ ഉണ്ടെങ്കിൽ നമുക്കത് റെക്ടിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ സ്ലൈഡ്സിൻ്റെ മൂവ്മെൻറ്റിൽ എറർ വരികയാണെങ്കിൽ ചാൻസ് എന്ന് പറഞ്ഞാൽ ക്രീപ്പ്, അല്ലെങ്കിൽ ടെമ്പറേച്ചർ വേരിയേഷൻ, തേയ്മാനം, അങ്ങനെയൊക്കെ കൊണ്ട് എറർ വരികയാണെങ്കിൽ അത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അതിനെ നമുക്ക് റെക്ടിഫൈ ചെയ്യാനായിട്ടും സാധിക്കും. അപ്പോൾ ഈ എൻകോഡർ എന്നുള്ള ഡിവൈസാണ് നമ്മൾ ഫീഡ്ബാക്ക് ഡിവൈസായിട്ട് CNC മെഷീനിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതാണ് നമ്മളെ പ്രിൻസിപ്പിൾ ഓഫ് പൊസിഷൻ കൺട്രോൾ. ഇതോടുകൂടി നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് പൊസിഷൻ കൺട്രോൾ എന്നുള്ള ടോപ്പിക്ക് നമ്മൾ തീരാണ്. ഇനി നമ്മൾ കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്കാണ് പോകുന്നത്. The Cartesian coordinate system is the fundamental system used to describe the motion of tool and workpiece within a 3-dimensional space. അപ്പോൾ നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റമാണ് നമ്മൾ CNC മെഷീനിലും ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ടൂളിൻ്റെ മോഷൻ അല്ലെങ്കിൽ കട്ടറിൻ്റെ മോഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം തന്നെയാണ് നമ്മൾ CNC മെഷീനിൽ ഉപയോഗിക്കുന്നത്. CNC machine uses numbers to locate a particular point along the X, Y and Z axis. അപ്പോൾ എക്സും വൈയും സെഡും ആക്സിസിലുള്ള മൂവ്മെൻറ്റിനെ നമ്മൾ കാണിക്കുന്ന നമ്പർ വെച്ചിട്ടാണ് നമ്മൾ മൂവ്മെൻറ്റ് കൊടുക്കുന്നത്. എക്സ് ആക്സിസിൽ 60 mm പോകണമെങ്കിൽ X60 എന്നാണ് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ കോർഡിനേറ്റ്സ് നമ്മൾ CNC മെഷീൻ പ്രോഗ്രാമിൽ നമ്മൾ കൊടുക്കുന്നത്. ദേ പെർഫോം എ സീരീസ് ഓഫ് ഇൻസ്ട്രക്ഷൻ വൺ ആഫ്റ്റർ അനദർ. അപ്പോൾ നമ്മൾ ഈ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ സീരിയസ് ആയിട്ട് നമ്മൾ ആയിട്ട് കൊടുക്കുന്നത്. ഓരോ ഇൻസ്ട്രക്ഷനും നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മെഷീൻ റീഡ് ചെയ്യും, അതിനനുസരിച്ച് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുവാണ് CNC മെഷീനിൽ ചെയ്യുന്നത്. ടു മെഷീൻ വർക്ക് പീസ് ആൻഡ് ക്രിയേറ്റ് ഇൻക്രെഡിബിളി ആക്യുറേറ്റ് ഡയമെൻഷനിങ്. അപ്പോൾ നമ്മൾ ഈ കൊടുക്കുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻസ് റീഡ് ചെയ്യും, അതിനനുസരിച്ചുള്ള സ്ലൈഡ്സിൻ്റെ മൂവ്മെൻറ്റ് കിട്ടുകയും അത് ആക്യുറേറ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് നമുക്ക് കിട്ടുകയും ചെയ്യുന്നു. The CNC machine use either incremental or absolute coordinates to move from one location to the next location. അപ്പോൾ ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്കുള്ള മൂവ്മെൻറ്റിന് വേണ്ടി നമ്മൾ CNC മെഷീനിൽ ഉപയോഗിക്കുന്നത് ഈ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിലെ 2 സിസ്റ്റമാണ്. ഒന്ന് ഇൻക്രിമെൻ്റൽ കോർഡിനേറ്റ് സിസ്റ്റം, രണ്ടാമത് പറഞ്ഞാൽ ആബ്സലൂട്ട് കോർഡിനേറ്റ് സിസ്റ്റം. അപ്പോൾ CNC മെഷീനിലെ ഈ 2 ടൈപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആബ്സലൂട്ട് കോർഡിനേറ്റ് സിസ്റ്റം, ഇൻക്രിമെൻ്റൽ കോർഡിനേറ്റ് സിസ്റ്റം. അത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ വരുന്ന 2 ടൈപ്പാണ്. അപ്പോൾ നമുക്ക് ഇൻക്രിമെൻ്റലും അബ്സലൂട്ടും എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ആദ്യം നമുക്ക് അബ്സലൂട്ട് കോർഡിനേറ്റ് സിസ്റ്റം എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നമ്മളൊരു ഫിഗർ കൊടുത്തിട്ടുണ്ട്, ഒരു ബ്ലോക്ക് ഡയഗ്രാമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഈ ഫിഗർ ഒന്ന് തറവായിട്ട് സ്റ്റഡി ചെയ്യുക.
അപ്പോൾ നമുക്കിതിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഒരു വർക്ക് സീറോ എന്നുള്ള പോയിൻ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. W എന്ന് പറയുന്ന പോയിൻ്റ് അതൊരു വർക്ക് സീറോ എന്ന് പറയുന്ന പോയിൻ്റാണ്. എക്സ് വൈ സെഡ് ആക്സിൻ്റെ ഒരു സീറോ പോയിൻ്റാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ പൊസിഷനിങ് ആണ്. ഒരു 4 ഹോൾ ഡ്രില്ല് ചെയ്യാൻ പോകുന്നു എന്ന് വിചാരിക്കുക. ആ ഡ്രില്ല് ചെയ്യാൻ പോകുന്ന പോയിന്റിലേക്ക് നമ്മൾ കട്ടറിനെ അല്ലെങ്കിൽ ഡ്രിൽ ബിറ്റിനെ പൊസിഷൻ ചെയ്യുക മാത്രം. ഡ്രില്ലിങ് ഓപ്പറേഷൻ നമ്മൾ ചെയ്യുന്നില്ല, ജസ്റ്റ് പൊസിഷനിങ് മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ പൊസിഷനിങ് ചെയ്യണമെങ്കിൽ നമ്മൾ ഓരോ ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് പൊസിഷൻ നമ്മൾ CNC മെഷീനിലേക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ അബ്സല്യൂട്ട് കോർഡിനേറ്റ് സിസ്റ്റത്തിലാണ് നമ്മൾ CNC മെഷീനിൽ പ്രോഗ്രാം ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ A, രണ്ടാമത്തെ B, മൂന്നാമത്തെ C, നാലാമത്തെ D. ഈ പോയിന്റിലേക്ക് നമുക്ക് പൊസിഷനിങ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയിൻ്റ് അബ്സല്യൂട്ട് കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമ്മൾ പൊസിഷനിങ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ പൊസിഷനിങ് ഈ 4 പോയിൻ്റ് ഉണ്ട്. 4 പോയിന്റിലേക്കുള്ള നമ്മൾ റീഡ് ചെയ്യുന്നത് സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് ഈ വർക്ക് സീറോ പോയിൻ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ വർക്ക് സീറോനെ ബേസ് ചെയ്തിട്ടാണ് ഈ 4 പോയിന്റിലേക്കും നമ്മൾ ടൂള് എത്തിക്കുന്നത്. അവിടെ നിന്നാണ് നമ്മൾ മെഷർമെൻറ്റ് എടുക്കുന്നത് 4 പോയിന്റിലേക്കും. അപ്പോൾ ഒന്നാമത്തെ പൊസിഷൻ ഹോൾ പൊസിഷൻ എയിലേക്ക് നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസ് 10 mm മൂവ് ആവണം, പ്ലസ് ഡയറക്ഷനിൽ 10 mm മൂവ് ആവണം. വൈ ആക്സിസ് 26 mm പ്ലസ് ഡയറക്ഷനിൽ തന്നെയാണ് വൈ ആക്സിസ് മൂവ് ആവേണ്ടത്. സെഡ് ആക്സിസിൽ നമ്മൾ മൂവ്മെൻ്റ് ഇല്ല. അപ്പോൾ നോക്കുകയാണെങ്കിൽ എക്സ് ആക്സിൽ ഫസ്റ്റ് ഹോൾ എന്ന് പറഞ്ഞാൽ എക്സ് റൈറ്റ് സൈഡിലേക്ക് പോകണം. എക്സ് ആക്സിസ് അപ്പോൾ പ്ലസ് ആണ്, അപ്പോൾ 10 വന്നു. അതേപോലെ തന്നെ വൈ ആക്സിസ് നോക്കുകയാണെങ്കിൽ ഫോർവേഡാണ്. ഫോർവേഡ് എന്ന് പറഞ്ഞാൽ പ്ലസ് ഡയറക്ഷനിലാണ്. പ്ലസ് ഡയറക്ഷനിൽ 26 mm അത്രയും മൂവ് ആയി കഴിഞ്ഞാൽ ഫസ്റ്റ് പോയിന്റിലേക്ക് വന്നു. ഇനി അടുത്ത പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതും ഈ വർക്ക് സീറോ തന്നെയാണ്. അപ്പോൾ നോക്കുക കഴിഞ്ഞാൽ 31 ആണ് ബിയിലേക്ക് പോകേണ്ടത്. എങ്ങനെയാണ് 31 കിട്ടുക എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിൽ 10, 12 പ്ലസ് 9 ഇതാണ് നമ്മൾ 31 എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ വൈ ആക്സിസ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് 23 ആണ്. 8 + 5 + 10 ഇതാണ് നമ്മൾ 23 എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ സിമിലർലി സിയും ആൻഡ് ഡി. അപ്പോൾ സി ഡി നോക്കുകയാണെങ്കിൽ അതേപോലെ നമ്മൾ വർക്ക് സീറോ തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഓരോന്നിൻ്റെയും പൊസിഷനിലേക്കും വർക്ക് സീറോ എന്നാണ് നമ്മൾ അളവുകൾ എടുത്തിരിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ആബ്സല്യൂട്ട് കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വർക്ക് സീറോ എന്നാണ് എല്ലാ പോയിന്റിലേക്കും നമ്മൾ അതിൻ്റെ അളവുകൾ നമ്മൾ കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇൻക്രിമെൻ്റൽ കോർഡിനേറ്റ് സിസ്റ്റം നോക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ ഒരു ഫിഗർ നമ്മൾ സെയിം ഫിഗറാണ് നേരത്തെ കൊടുത്തിരിക്കുന്നത്, സെയിം ഫിഗർ തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇൻക്രിമെൻ്റൽ കോർഡിനേറ്റ് സിസ്റ്റം എങ്ങനെയാണ് വർക്കാവുമെന്ന് പറഞ്ഞാൽ നമ്മൾ വർക്ക് സീറോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻക്രിമെൻ്റൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ എങ്ങനെയാണ് വർക്കാവുമെന്ന് പറഞ്ഞാൽ നമ്മൾ അവസാനം ടൂൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്നാണ് അടുത്ത പോയിന്റിലേക്കുള്ള ഡയമെൻഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അബ്സല്യൂട്ട് കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ എല്ലാം വർക്ക് സീറോ എന്നാണ്. പക്ഷേ ഇൻക്രിമെൻ്റൽ കോർഡിനേറ്റ് സിസ്റ്റത്തിലാണെങ്കിൽ നമ്മൾ അവസാനം എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്നാണ് അടുത്ത പോയിന്റിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നോക്കൂ, ഇതിൽ നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഹോൾ പൊസിഷൻ എ എന്ന് പറഞ്ഞാൽ 10 mm, എക്സ് ആക്സിൽ 10 mm തന്നെയാണ് മൂവ് ആവേണ്ടത്. വൈ ആക്സിസ് 26, 8 + 5 + 10 + 3 26 നമ്മൾ പ്ലസ് ഡയറക്ഷനിൽ തന്നെയാണ് മൂവ് ആവുന്നത്. അടുത്ത പോയിന്റ് നോക്കുകയാണെങ്കിൽ വ്യത്യാസം നമുക്ക് മനസ്സിലാകാനായിട്ട് സാധിക്കും. ബി പോയിന്റ് നോക്കുകയാണെങ്കിൽ 21 ആണ്. 21 എന്ന് പറയുന്നത് എവിടെ നിന്നുള്ള ഡയമെൻഷനാണ് നമുക്ക് നോക്കാം. എൻ്റെ അവസാനത്തെ പൊസിഷൻ എയിൽ നിന്നും ബിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എ എന്നുള്ള ഡിസ്റ്റൻസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. എ എന്നുള്ള 21 എങ്ങനെയാണ് കിട്ടുന്നത് പറഞ്ഞാൽ 12 + 9 ആണ് നമുക്ക് 21 എന്നുള്ള ഡയമെൻഷൻ കിട്ടിയിരിക്കുന്നത്. വൈ ആക്സിസ് നോക്കുകയാണെങ്കിൽ നമ്മൾ റിവേഴ്സ് ഡയറക്ഷൻ, ഇത് പോസിറ്റീവ് ഡയറക്ഷനിലല്ല റിവേഴ്സ് ഡയറക്ഷനിലാണ് നമ്മൾ വരേണ്ടത്. റിവേഴ്സ് ഡയറക്ഷനിൽ നമ്മൾ 3 mm വരണം. അതാണ് നമ്മൾ -3 എന്നുള്ള വാല്യൂ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സി നോക്കുകയാണെങ്കിൽ സി പോയിന്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ ബിയിൽ നിന്ന് സിയിലേക്ക് വരണമെങ്കിൽ എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ മൈനസ് ഡയറക്ഷനിൽ വരണം. അപ്പോൾ നമ്മൾ എക്സ് ആക്സിസിൽ -9 വരണം. അതുപോലെ തന്നെ വൈ ആക്സിസിലും റിവേഴ്സ് തന്നെയാണ് വരേണ്ടത്. വൈ ആക്സിസിൽ 10 mm റിവേഴ്സ് വരണം, എന്നാലേ സി എന്നുള്ള പോയിന്റിലേക്ക് കിട്ടുള്ളൂ. ഇതേപോലെ തന്നെ നമ്മൾ ഡി എന്നുള്ള പോയിന്റ് നോക്കുകയാണെങ്കിൽ സി എന്നുള്ള പോയിന്റിൽ നിന്നാണ് നമ്മൾ ഡി എന്നുള്ള പോയിന്റിലേക്കുള്ള ഡയമെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ അബ്സല്യൂട്ട് കോർഡിനേറ്റും ഇൻക്രിമെൻ്റൽ കോർഡിനേറ്റും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഒന്നും കൂടി പറയാം. അബ്സല്യൂട്ട് കോർഡിനേറ്റ് ആണെങ്കിൽ നമ്മൾ എല്ലാ ഡയമെൻഷനും എടുക്കുന്നത് വർക്ക് സീറോയിൽ നിന്നാണ്. പക്ഷേ ഇൻക്രിമെൻ്റൽ കോർഡിനേറ്റ് സിസ്റ്റം ആണെങ്കിൽ എല്ലാ ഡയമെൻഷൻസും നമ്മൾ എടുക്കുന്നത് അവസാനം എവിടെയാണോ ടൂൾ നിൽക്കുന്നത് അവിടെ നിന്നാണ് അടുത്ത പോയിന്റിലേക്കുള്ള ഡയമെൻഷൻ നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ അബ്സല്യൂട്ട് കോർഡിനേറ്റ് സിസ്റ്റം എന്നാണെങ്കിൽ നമ്മൾ CNC പ്രോഗ്രാമിൽ നമ്മൾ കൊടുക്കുന്ന കോഡാണ് G90. ഇൻക്രിമെൻ്റൽ കോർഡിനേറ്റ് സിസ്റ്റം ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന കോഡാണ് G91. അതാണ് നമ്മൾ നേരത്തെ ലൈൻ ഓഫ് പ്രോഗ്രാം എക്സാമ്പിൾ പറയുന്ന സമയത്ത് G91 പറഞ്ഞത് ഇൻക്രിമെൻ്റൽ കോർഡിനേറ്റ് ആണ്. ഇപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഇൻക്രിമെൻ്റൽ കോർഡിനേറ്റ് സിസ്റ്റം എന്നുള്ളത്.
അപ്പോൾ ഇത്രയാണ് നമ്മൾ കോർഡിനേറ്റ് സിസ്റ്റം CNC മെഷീൻ്റെ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.